ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുട്ടികളുടെ അവകാശങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദീഖ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ചാപ്റ്റർ സംഘടിപ്പിച്ച സത്സംഗ് സമാപിച്ചു. വ്യവസായ വളർച്ചയിൽ നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം എന്ന വിഷയത്തിൽ കോഴിക്കോട്ടെ ശില്പശാല. CBSE നീറ്റ് പരീക്ഷകളിലുണ്ടായ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ സർക്കാർ സമരത്തെ അടിച്ചമർത്തുകയാണെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കുട്ടികളുടെ അവകാശങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദീഖ്. കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ പ്രീ പ്രൈമറി TTC, മോണ്ടിസോറി TTC ബിരുദദാന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ശിലയിട്ടുകൊണ്ടുള്ള പഠനക്രിയയാണ് പ്രീ പ്രൈമറി TTC, മോണ്ടിസോറി TTC എന്നിവ. കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ 24ാമത് പ്രീ പ്രൈമറി TTC, മോണ്ടിസോറി TTC ബിരുദദാന ചടങ്ങ് കോഴിക്കോട്ട് നടന്നു. മന്ത്രി ടി സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ അവകാശങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. കുട്ടികളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി അവരാണ്. പഴയ അന്തരീക്ഷമല്ല. ഇന്ന് മൈക്രോ ന്യൂക്ലിയർ ഫാമിലികളാണ്. ഓരോ പൗരനും അവരുടേതായിരിക്കുന്ന വിലയുണ്ട്. കൊച്ചുകുട്ടികൾക്ക് അവരുടേതായിരിക്കുന്ന അധികാരങ്ങളും അവകാശങ്ങളുമുണ്ട്. അതൊക്കെ ചേർത്ത് നിർത്തി പകർന്നു നൽകി വലിയ വിശ്വപൗരന്മാരിലേക്ക് അവരെ മാർഗദർശിത്വം നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിളക്കുമാടങ്ങളായി നിങ്ങൾക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് KEC ഡയറക്ടർ സതീശൻ കൊല്ലറയ്ക്കൽ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ MLA മുഖ്യാതിഥിയായി. കൗൺസിൽ രക്ഷാധികാരി MA ജോൺസൺ, P സിദ്ധാർത്ഥൻ, പ്രതാപ് മണാലിസ, രജിത MR എന്നിവർ സംബന്ധിച്ചു. 207 അധ്യാപികമാർ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ബ്രാഞ്ച് സത്സംഗ് 2026 സംഘടിപ്പിച്ചു. ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്തു. ICAI കോഴിക്കോട് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സതേൺ ഇന്ത്യ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്റ്റുഡന്റ് അസോസിയേഷൻ നേതൃത്വത്തിലായിരുന്നു 2 ദിവസങ്ങളിലായി നടന്ന സത്സംഗ് 2026. ഇൻകം ടാക്സ് 2025, മെന്റലിസം, മോട്ടിവേഷൻ, GST, റെയിൽവേ, സാമ്പത്തിക കാര്യം ഉൾപ്പെട്ട സെഷനായിരുന്നു 2ാം ദിനം. സമാപന സമ്മേളനം MP അബ്ദുസമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്തു. നന്മ ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും വലിയ വിദ്യാഭ്യാസം ജീവിതം പഠിക്കലാണ്. കുട്ടികളെ എല്ലാവരുടെയും മുകളിൽ ജീവിതം. മീനൂസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ICAI കോഴിക്കോട് ബ്രാഞ്ച് ചെയർപേഴ്സൺ M അത്ഭുതജ്യോതി അധ്യക്ഷയായി. ആഷിഖ് M സാബു, മുഹമ്മദ് നഫാഫ്, റഷ അബ്ദുൾ റസാഖ്, AK ഷീസ് മുഹമ്മദ്, ഫെബിൻ ഫിലിപ്പ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും വേൾഡ് ഹാപ്പിനെസ് കോഡും സംയുക്തമായി വ്യവസായ വളർച്ചയിൽ നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം എന്ന വിഷയത്തിൽ ശില്പശാല നടത്തി. ശില്പശാലയിൽ AI-യുടെയും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെയും സാധ്യതകൾ വിശദീകരിച്ചു. സംരംഭക വിജയത്തിന് മൂലധന നിക്ഷേപം മാത്രം മതിയാകില്ലെന്നും ഫലപ്രദമായ പ്രചാരണവും സർഗാത്മകമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും അത്ര തന്നെ നിർണായകമാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ഈ സാഹചര്യത്തിൽ നിർമ്മിത ബുദ്ധിയുടെയും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെയും സാധ്യതകൾ പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ പ്രസക്തിയും അവർ ചൂണ്ടിക്കാട്ടി. ചേംബർ ഭവനിൽ നടന്ന ശില്പശാല കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു.
നമുക്കറിയാം, സ്വാഭാവികമായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ബിസിനസ് അപ്ഗ്രേഡ് ചെയ്യാതെ നമ്മളെ എക്സിസ്റ്റൻസ് ഇല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവട്ടെ, ഇന്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവട്ടെ, ടെക്നോളജി നമ്മുടെ ബിസിനസ്സിൽ അപ്ഗ്രേഡ് ചെയ്യാത്തോടത്തോളം കാലം നമുക്ക് നമ്മുടെ ബിസിനസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. ചേംബർ സെക്രട്ടറി ബോബിഷ് കുന്നത്ത് അധ്യക്ഷനായി. വേൾഡ് ഹാപ്പിനെസ് കോഡ് ചീഫ് സ്ട്രാറ്റജി ഓഫീസർ അനിൽകുമാറും അജീഷ് സുരേഷും വിഷയാവതരണം നടത്തി. ചേംബർ വൈസ് പ്രസിഡന്റ് PM ഷാനവാസ്, ട്രഷറർ അർഷാദ്, ആദിരാജ്, റാഫി P ദേവസ്യ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CBSE നീറ്റ് പരീക്ഷകളിലുണ്ടായ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെയും ചർച്ചകൾ നടത്താതെയും സമരത്തെ സർക്കാർ അടിച്ചമർത്തുകയാണെന്ന് LIC ജീവനക്കാരുടെ സംഘടന. സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിൽ LIC എംപ്ലോയീസ് യൂണിയൻ പ്രതിഷേധിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ജന്തർ മന്ദറിൽ നിരാഹാരം സമരം നടത്തിയ പ്രമുഖ വിദ്യാഭ്യാസ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും സമരം തുടരുന്ന യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുമാണ് ഇൻഷുറൻസ് ജീവനക്കാർ LIC എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ LIC ഓഫീസുകൾക്ക് മുന്നിൽ ഗേറ്റ് മീറ്റിംഗ് നടത്തിയത്. കോഴിക്കോട് മാനാഞ്ചിറ LIC ഡിവിഷണൽ ഓഫീസ് പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം SZIEF ജോയിന്റ് സെക്രട്ടറി IK ബിജു ഉദ്ഘാടനം ചെയ്തു. 1 ലക്ഷം കുട്ടികളാണ് അതിന്റെ മാറ്റിവെച്ചതിന്റെ, അതിന്റെ കൃത്രിമം നടന്നതിന്റെ ദുരിതം അനുഭവിച്ചിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. 21 കുട്ടികൾ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചു. ആ 21 പേര് നമ്മുടെ വീടുകളിലാകാതിരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും എന്തോ ഭാഗ്യം എന്ന് നമുക്ക് കരുതാം. എത്രമാത്രം അലംഭാവത്തോടു കൂടിയാണ് നമ്മുടെ ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള അപാകതകൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം ഈ സംഭവത്തോട്. LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ ജനറൽ സെക്രട്ടറി MJ ശ്രീറാം അധ്യക്ഷനായിരുന്നു. വടകരയിൽ ഗിരീഷ് ബാബു N, ഷൈനു KP, പേരാമ്പ്രയിൽ അനീഷ് PM, അശോകൻ AK, കൊയിലാണ്ടിയിൽ രേഖ K, താമരശ്ശേരിയിൽ ബിന്ദു ശങ്കർ, രാമനാട്ടുകരയിൽ H സായി സുബ്രഹ്മണ്യം, തിലക് MK, കോഴിക്കോട് ബ്രാഞ്ച് 1 രൂപ H, കോഴിക്കോട് ബ്രാഞ്ച് 2 A ഉമേഷ് എന്നിവരും പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. എടവണ്ണപ്പാറയിലെ പ്രമുഖ വാട്സ്ആപ്പ് കൂട്ടായ്മയായ വോയിസ് ഓഫ് പാറ സ്നേഹാദര സമർപ്പണം സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. അരനൂറ്റാണ്ടുകാലമായി വാഴക്കാട്ടും പരിസര പ്രദേശങ്ങളിലും ആരോഗ്യ സംരക്ഷണ ജീവകാരുണ്യ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് വോയിസ് ഓഫ് പാറ വാട്സ്ആപ്പ് കൂട്ടായ്മ. സംഘടന സംഘടിപ്പിച്ച സ്നേഹാദര സമർപ്പണം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വോയിസ് ഓഫ് പാറ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രമുഖ ഡോക്ടർമാരായ AKR മഹമ്മൂദ്, മുഹമ്മദ് അമീൻ, ആയിഷ B എന്നിവരെയും എടവണ്ണപ്പാറ ആഷി ഹോസ്പിറ്റലിൽ അരനൂറ്റാണ്ടുകാലം രോഗീ പരിചരണ രംഗത്ത് മികച്ച സേവനമനുഷ്ഠിച്ചു വരുന്ന സിസ്റ്റർ വസന്തയെയും ചടങ്ങിൽ ആദരിച്ചു. ജീവകാരുണ്യ പ്രവർത്തകനായ അൽ ജമാൽ നാസർ, ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ആമിന ജിജു എന്നിവരും ആദരമേറ്റുവാങ്ങി. ജബ്ബാർ ഹാജിയിൽ നിന്ന് സ്നേഹാദരവ് നല്ല ഒരു കയ്യടി ശ്രീമതി വസന്ത ചേച്ചിക്ക് സ്നേഹാദരവാണ് വേദിയിൽ കൈമാറുന്നത്. PA ജബ്ബാർ ഹാജി വേദിയിൽ വെച്ച്
വോയിസ് ഓഫ് പാറ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരത്തിലെ വിജയികളെയും തെരഞ്ഞെടുത്തു. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആരിഫ, ചീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശിവൻ, മാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുനീറത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം ജൈസൽ എളമരം എന്നിവർ വിശിഷ്ടാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മാവൂർ. ക്രിക്കറ്റ് പ്രേമികളിൽ ആവേശമുണർത്തി കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് സംഘടിപ്പിക്കുന്ന BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ താരലേലം കോഴിക്കോട്ട് നടന്നു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. 29 ക്ലബ്ബുകളിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത 290ഓളം താരങ്ങളാണ് ലേലത്തിൽ പങ്കെടുത്തത്. സൂപ്പർ സീനിയർ, മാസ്റ്റേഴ്സ്, ജൂനിയർ വിഭാഗങ്ങളിലായി നടന്ന ലേലത്തിൽ താരങ്ങളെ സ്വന്തമാക്കാൻ ഫ്രാഞ്ചൈസികൾ തമ്മിൽ ശക്തമായ മത്സരമാണ് നടന്നത്. സൂപ്പർ സീനിയർ വിഭാഗത്തിൽ ഫാറൂഖ് അലിയെ റോയൽസും മൂസ നഹാസിനെ ഡയമണ്ട് ക്രിക്കറ്റ് ക്ലബ്ബും ഉയർന്ന തുകയ്ക്ക് സ്വന്തമാക്കി. ജൂനിയർ വിഭാഗത്തിൽ കെ ദിൽഷാദ് അലിയെ പ്ലാസ്കോ പ്ലാസ്റ്റിക് ടീമും മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ഫഹദ് കരാനിയെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ടീം ദോസ്തിയും സ്വന്തമാക്കി. ഹോട്ടൽ സ്പാനിൽ നടന്ന താരലേലം MK രാഘവൻ MP സ്വിച്ച് ഓൺ ചെയ്തു. CMC പ്രസിഡന്റ് P. ഫൗസൽ ഹസൻ അധ്യക്ഷനായി. VK ഫൈസൽ ബാബു MLA മുഖ്യാതിഥിയായി. ടൂർണമെന്റിന്റെ ട്രോഫി പ്രകാശനം കാരാടൻ സുലൈമാൻ നിർവഹിച്ചു. ഓൺലൈനിൽ ഭാഗ്യശാലിക്കുള്ള സമ്മാനം മെറാട്ട ജ്വൽ CMD ജലീലിടത്തിൽ കൈമാറി. കൗൺസിലർ TPM ജിഷാൻ, സുലൈമാൻ കാരാടൻ, ഡോക്ടർ റിനൂബ്, എല്ലിസ്റ്റോ കാസിം മുഹമ്മദ്, BMH മാർക്കറ്റിംഗ് മാനേജർ നെസ്വിൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓഗസ്റ്റ് 13 മുതൽ 16 വരെ നടക്കാവ് ടർഫോൺ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സൗഹൃദത്തിന്റെ നിറങ്ങൾ ചാലിച്ചെഴുതിയ ഓർമ്മ പുസ്തകത്തിൽ പുതിയൊരു താൾ എഴുതി ചേർത്ത മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 1996-98 പ്രീ ഡിഗ്രി ബാച്ച്. പ്രിയപ്പെട്ട കലാലയത്തെയും അവിടുത്തെ കൂട്ടുകാരെയും ചേർത്ത് പിടിച്ചാണ് വീണ്ടും ക്യാമ്പസിൽ ഇവർ ഒത്തുകൂടിയത്. ഓട്ടോഗ്രാഫ് 96 എന്ന പേരിൽ നടന്ന പുനഃസമാഗമത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറും കോളേജിന്റെ മുൻ പ്രിൻസിപ്പലുമായ ഡോക്ടർ S. ജയശ്രീ നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ വിപിൻനാഥ് P. അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പലിന്റെ പ്രതിനിധി P. ഷൈനി, ബാച്ച് പ്രതിനിധികളായ CK ജംഷീദ്, K. അനൂപ്, സംഗീത ഹരീഷ്, K. കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പരിചയം പുതുക്കൽ, റീൽസ് ഓഫ് മെമ്മറീസ് പ്രദർശനം, ക്ലാസ് ഫോട്ടോ സെഷൻ, വിട പറഞ്ഞ അധ്യാപകർക്കും സഹപാഠികൾക്കുമുള്ള സ്മരണാഞ്ജലി, ക്യാമ്പസ് വിസിറ്റ് എന്നിവയും നടന്നു. ബാച്ച് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. T. സുമേഷ്, M. ബിജി, K. ബിന്ദു, VC പ്രശാന്ത്, TV ജോഷി, ഡോക്ടർ റമീള ദേവി, വിവിധ ക്ലാസ് കോർഡിനേറ്റർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ പബ്ലിക് ലൈബ്രറി പ്രതിഭാ സംഗമം നടത്തി. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾ അനുമോദനം ഏറ്റുവാങ്ങി. ഡോക്ടർ KP സന്തോഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബേപ്പൂർ പബ്ലിക് ലൈബ്രറി അക്ഷരം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ LSS, USS, SSLC, +2 വിജയികളെ അനുമോദിച്ചു. കാലിക്കറ്റ് സർവകലാശാല എമിറിറ്റസ് പ്രൊഫസറും ന്യൂക്ലിയർ സയന്റിസ്റ്റുമായ ഡോക്ടർ KP സന്തോഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാട്സപ്പ് ഇങ്ങനെയുള്ള എല്ലാം ഉപയോഗിക്കാൻ അറിയാത്തവർ ഇവരിൽ ആരുമില്ലെന്ന് എനിക്ക് അറിയാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ കണ്ട ഏക ഇലക്ട്രോണിക് ഉപകരണം റേഡിയോ ആണ്.
വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരവും അദ്ദേഹം നൽകി. ബാലവേദി കോർഡിനേറ്റർ പി വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംഗമത്തിൽ ലൈബ്രറി പ്രസിഡന്റ് എം രാജഗോപാൽ, സെക്രട്ടറി പ്രേമരാജ് PN, ജയചന്ദ്രൻ P, ഉമ്മർ PP, ഉഷാകുമാരി KK, വിനീത വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് CK സുധീർ കുമാർ 35 പുസ്തകങ്ങൾ ലൈബ്രറിയുടെ പുസ്തക ശേഖരത്തിലേക്ക് നൽകി. PN പ്രകാശൻ, വസീം അഹമ്മദ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ചേകന്നൂർ മൗലവി അനുസ്മരണം ജൂലൈ 29 കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. പ്രൊഫസർ MN കാരശ്ശേരി ചേകന്നൂർ മൗലവി അനുസ്മരണ പ്രഭാഷണം നടത്തും. മുത്തക്കി പുരസ്കാരം ചടങ്ങിൽ സമർപ്പിക്കും. ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ചേകന്നൂർ മൗലവി അനുസ്മരണവും മതഭീകരത വിരുദ്ധ ദിനാചരണവും ജൂലൈ 29 ടൗൺ ഹാളിൽ നടക്കും. പ്രൊഫസർ MN കാരശ്ശേരി ചേകന്നൂർ മൗലവി അനുസ്മരണ പ്രഭാഷണം നടത്തും. മുത്തക്കി പുരസ്കാരം രാഹുൽ ഈശ്വറിന് മുസ്തഫ മൗലവി സമ്മാനിക്കും. 2025 മുത്തക്കി പുരസ്കാരം TP ചന്ദ്രശേഖരന് മരണാനന്തര ബഹുമതിയായി നൽകും. അതിനോടനുബന്ധിച്ച് നമ്മളൊരു മുത്തക്കി അവാർഡ് കൊടുക്കുന്നുണ്ട്. അത് ഇപ്രാവശ്യം രാഹുൽ ഈശ്വറിനാണ് കൊടുക്കുന്നത്. മുത്തക്കി അവാർഡ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരു മതമല്ല, ഇസ്ലാമിൽ സുന്നി ഷിയ മതങ്ങളെ കുറിച്ച് യാതൊരു പരാമർശവുമില്ല എന്ന ഖുർആനിക സത്യം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി, അതേപോലെ ധർമ്മബോധമുള്ളവർ എല്ലാ മതത്തിലുമുണ്ട് എന്ന ഖുർആനിക സത്യം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി, അതേപോലെ ചേകന്നൂർ മൗലവി പ്രചരിപ്പിച്ചിരുന്ന ഒരു കാര്യം 5 നേരത്തെ നമസ്കാരം മാത്രമല്ല അള്ളാഹുവിന്റെ പ്രാർത്ഥനാ രീതി, 5 നേരം നമസ്കരിക്കാത്തവരിലും മുത്തക്കികളുണ്ട് എന്ന ഖുർആനിക സത്യം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഏർപ്പെടുത്തിയ മുത്തക്കി അവാർഡ് ഈ വർഷം രാഹുൽ ഈശ്വറിന് നൽകും. സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ ജലീൽ, ജാഫർ അത്തോളി, സലാം പറവണ്ണ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നരുക്കുനി കാരുകുളങ്ങര പ്രവാസി അസോസിയേഷൻ നേതൃത്വത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തികൾക്ക് ആദരമൊരുക്കി. 2025-26 അധ്യയന വർഷത്തിൽ പ്രദേശത്തു നിന്നും SSLC, +2, LSS, USS, NMMS പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കാണ് അനുമോദനമൊരുക്കിയത്. ഹാരിസ് കുണ്ടുങ്ങരയുടെ അധ്യക്ഷതയിൽ നരുക്കിനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ലൈല ഉദ്ഘാടനം ചെയ്തു. ആതുര സേവന രംഗത്ത് അരനൂറ്റാണ്ടിലധികം നെടിയനാടിന്റെ സ്വന്തം ഡോക്ടറായി സേവനം ചെയ്ത ശങ്കരൻ, കമ്പ്യൂട്ടറും സംവിധാനങ്ങളും വരുന്നതിനു മുൻപ് ടൈപ്പ് റൈറ്റിംഗ് വിദ്യ പഠിപ്പിക്കുന്നതിൽ ദീർഘകാല സേവനം ചെയ്ത പത്മിനി, കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് സ്തുത്യർഹമായ സേവനം ചെയ്ത ഡോക്ടർ PK അബ്ദുൽ ഖാദർ എന്നിവരെ പൗരാവലിയുടെ സാന്നിധ്യത്തിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷറഫുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജൗഹർ പൂമംഗലം, വാർഡ് അംഗങ്ങളായ CK സലീം, നിഷ EV, ഗിരിജ CP, അപർണ നടുവിലിടത്ത്, വേണുഗോപാൽ NK, അഷ്റഫ് KO, ഷംനാസ് K തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൽ മജീദ് OP, ഷരീഫ് VC തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബീഹാർ സ്വദേശിയായ അതിഥി തൊഴിലാളിയും ബീച്ചിലെ കടല വിൽപ്പനക്കാരനുമായ യുവാവിന്റെ കുടുംബത്തിന് CSCOവിന്റെ കൈത്താങ്ങ്. CSCO അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാറാട് വാട്ടർ ടാങ്ക് ബസ് സ്റ്റോപ്പിനടുത്ത് സർക്കാർ നൽകിയ 3 സെന്റ് മിച്ചഭൂമിയിലാണ് 28ാമത് വീടിന് തറക്കല്ലിട്ടത്. പഴയകാല പ്രവാസിയും വ്യവസായിയുമായ SM ഉസ്മാൻ കോയ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഷീദ് അലി അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ നിമ്മി പ്രസാദ്, ജനറൽ സെക്രട്ടറി PN വലീദ്, അഭയം ചെയർമാൻ CEV അബ്ദുൽ ഗഫൂർ, കൺവീനർ PM മെഹബൂബ്, മുൻ പ്രസിഡന്റ് CBV സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടികളുടെ അവകാശങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ചാപ്റ്റർ സംഘടിപ്പിച്ച സത്സംഗ് സമാപിച്ചു. വ്യവസായ വളർച്ചയിൽ നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം എന്ന വിഷയത്തിൽ കോഴിക്കോട്ടെ ശില്പശാല. CBSE നീറ്റ് പരീക്ഷകളിലുണ്ടായ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ സർക്കാർ സമരത്തെ അടിച്ചമർത്തുകയാണെന്ന് LIC എംപ്ലോയീസ് യൂണിയൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.